ഹായ് ഹലോ വെൽക്കം ടു കരിയർ ടോക്സ് അറ്റ് പിക്സൽ ടൂൺസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്. അതായത് എങ്ങനെ ഒരു നല്ല മൾട്ടിമീഡിയ അക്കാഡമി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതും വൈ ചൂസ് പിക്സൽ ടൂൺസ് എന്നതും. ഇത് ശരിക്കും നമ്മൾ കൂടുതൽ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ വി ആർ ദ ബെസ്റ്റ് എന്ന് പ്രൂവ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല. നിങ്ങൾക്ക് ഒരു അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറേ അധികം ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട്സ് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിക്സൽ ടൂൺസ് അക്കാഡമി എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കാഡമി ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകണം. അത് നിങ്ങളുടെ ഒരു സ്കില്ല്, പാഷൻ, നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഒരു അക്കാഡമി നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, വളരെയധികം ഒരുപാട് അക്കാഡമീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. പല ആളുകളും അവർക്ക് വീടിനടുത്തുള്ള ഒരു അക്കാഡമി, അതല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നതിൻ്റെ കംഫർട്ടബിൾ എങ്ങനെയാണ് അതൊക്കെ നോക്കിയിട്ട് അക്കാഡമി ചൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു അക്കാഡമി തന്നെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിലബസ് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് നോക്കാനായിട്ട് നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാരണം, നിങ്ങൾക്കറിയാം മൾട്ടിമീഡിയയിലെ പല കോഴ്സുകളും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് നിങ്ങളിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫിലിം എഡിറ്റിംഗ് പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഡിസൈൻ സോഫ്റ്റ്വെയർസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആനിമേഷൻ VFX പഠിക്കുമ്പോഴും ഡിസൈൻ സോഫ്റ്റ്വെയർസ് പഠിക്കണം. അതിനകത്ത് ക്യാമറ, ലൈറ്റിംഗ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഏതിലാണോ നമ്മുടെ കരിയർ കണ്ടെത്തേണ്ടത്, അങ്ങനെ ഒരു കോർ ഫാക്ടർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പിക്സൽ ടൂൺസ് അക്കാഡമിയിൽ നമുക്ക് 2 പ്രോഗ്രാംസ് ഉണ്ട്. ഡിപ്ലോമ ഇൻ ഫിലിം എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഉണ്ട്, ഡിപ്ലോമ ഇൻ മീഡിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഉണ്ട്. ഈ 2 പ്രോഗ്രാംസിലും എഡിറ്റിങ്ങിൻ്റെ മൊഡ്യൂൾസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാമറ മൊഡ്യൂൾസും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ക്യാമറയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി തുടങ്ങിയ കാര്യങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഡിപ്ലോമ ഇൻ മീഡിയ പ്രൊഡക്ഷൻ എന്ന പ്രോഗ്രാമും, എനിക്ക് ഫിലിം എഡിറ്റിങ്ങിൽ അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഫിലിം എഡിറ്റിംഗ് പ്രോഗ്രാമുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓരോ അക്കാഡമിയിലും അവർ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ സിലബസിൽ, മൊഡ്യൂൾസിൽ ഇത്തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പം നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതാണോ ആ സിലബസിലുള്ള കോർ ഫാക്ടർ, മെയിൻ ഫോക്കസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിൽ തന്നെയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നമ്മളൊരു അക്കാഡമി ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട്, അതായത് രണ്ടാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ വർക്ക്സ് ആണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ്, നമ്മളിപ്പോൾ ഒരു സിലബസ് ഒക്കെ നോക്കി ഒരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിൽ, ആ അക്കാഡമിയിൽ പഠിച്ച സ്റ്റുഡൻസിൻ്റെ വർക്ക് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. അപ്പോൾ ആ വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളും ഇത്തരത്തിലുള്ള ഒരു വർക്കാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊജക്ട്സ് ആണോ എനിക്കും ചെയ്യാൻ താല്പര്യമുള്ളത് എന്നുള്ളതിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിപ്പോൾ പിക്സൽ ടൂൺസിൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റ് വർക്ക്സ് എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, നമ്മുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിൻട്രസ്റ്റ്, ബിഹാൻസ് പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഏത് സ്റ്റുഡൻറ്റ് ചെയ്തു അതിൻ്റെ BTS വീഡിയോസ്, അതേപോലെ തന്നെ ആ വർക്ക് എന്തിന് ചെയ്തു, എന്താണ് ആ വർക്കിലൂടെ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനായിട്ട് അതിൽ കൊടുക്കാനുണ്ട്. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു കോഴ്സ് പഠിച്ചാൽ ഏത് തരത്തിലുള്ള ഔട്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പം മൂന്നാമതായിട്ട് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ ആണ്. അതായത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കോഴ്സിൽ ഓരോ സ്റ്റുഡൻറ്റും ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോസ്, അല്ലെങ്കിൽ ഷോറിൽ, ഇപ്പോൾ ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഷോറിൽ ഉണ്ടാകും. അതല്ല ഡിസൈൻ സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പോർട്ട്ഫോളിയോ ആയിരിക്കും. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഷോറിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ, അതായത് ഇപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻസ് അല്ലെങ്കിൽ എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ യൂസ് ചെയ്തിട്ടാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കുന്ന മീൻസ്, അതായത് പഠിക്കുന്ന രീതി എത്രത്തോളം അപ് ടു ഡേറ്റ് ആണെന്ന് കൂടെ അതിനകത്തൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നമുക്കിതിനകത്ത് ചെക്ക് ചെയ്യാൻ കഴിയുക അലുമിനീസിനെയാണ്. അതായത് അലുമിനീസ് എന്ന് വെച്ച് കഴിയുമ്പോൾ അവിടെ നേരത്തെ പഠിച്ച് പാസ് ഔട്ടായ സ്റ്റുഡൻസ്
ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. അതിന് മിക്കവാറും അക്കാഡമീസൊക്കെ അവരുടെ സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമണീസ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പിക്സൽ ടൂൺസിൻ്റെ ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ സ്റ്റുഡൻസിൻ്റെ വേർഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല അവരുടെ IDs ഒക്കെ മെൻഷൻ ചെയ്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ വർക്ക്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനൊക്കെ സാധിക്കും. അല്ലെങ്കിൽ അക്കാഡമിയിൽ നേരിട്ട് എത്തുമ്പോഴാണെങ്കിലും സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന ഒരു രീതി, അതായത് പ്രത്യേകിച്ച് മൾട്ടിമീഡിയ കോഴ്സസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു BAയോ അല്ലെങ്കിൽ ഒരു BComോ അങ്ങനെ ഒരു തിയറി പഠിക്കുന്ന പോലെ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല. മൾട്ടിമീഡിയ കോഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ക്രിയേറ്റീവ് സ്കില്ല് ബേസ് ചെയ്ത് നിങ്ങളൊരു ജോലിയിലേക്ക് പോകേണ്ടുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് സാധാരണ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുമ്പോൾ ഒരു ബാച്ചിൽ ഇപ്പോൾ 10 കുട്ടികൾ അല്ലെങ്കിൽ 15 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഒരു ലെസൺ ഫയൽസ് പ്രൊവൈഡ് ചെയ്യുകയും അത് ഉപയോഗിച്ച് ഓരോ സോഫ്റ്റ്വെയർസ് വീതം കംപ്ലീറ്റ് ചെയ്യുകയും അവസാനം ഒരു എക്സാം ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റീവ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനോ സാധിക്കാതെ വരും. അതിന് കാരണം എല്ലാവരും ഒരേപോലെ ഒരേ ലെസൺ ഫയൽസിൽ വർക്ക് ചെയ്യുന്നു, ഒരേ ടൂൾസ് കാണാതെ പഠിക്കുന്നത് പോലെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോരുത്തരുടെയും ക്രിയേറ്റീവ് എബിലിറ്റീസ് പുറത്തു കൊണ്ടുവരുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് നമുക്ക് മൾട്ടിമീഡിയ സെക്ടറിൽ ആവശ്യം. അതിന് കാരണം ഓരോരുത്തർക്കും മൾട്ടിമീഡിയ ഇപ്പോൾ ഡിസൈൻ സോഫ്റ്റ്വെയർസിൻ്റെ കേസിലാണെങ്കിൽ ഇലിസ്ട്രേഷൻസ് നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും. ചിലർക്ക് എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്പിൽ അഡ്വർടൈസ്മെൻറ്റ് ഡിസൈൻ ചെയ്യാനായിരിക്കും താല്പര്യം. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ചിലർ കണ്ടന്റ് ക്രിയേഷൻസ് അത്തരത്തിലുള്ള വീഡിയോസ് നന്നായി ചെയ്യുന്നവരുണ്ടാവാം. ചിലർക്ക് എന്നാൽ ഫീച്ചർ ഫിലിംസോ ഡോക്യുമെൻ്ററീസ് അതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതിനോടായിരിക്കാം കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ അതിൽ സ്കില്ലുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും സ്കില്ല് കണ്ടെത്തി അതിൽ ഫോക്കസ് ചെയ്ത് അവരുടെ പോർട്ട്ഫോളിയോ ഷോറിയിലോ ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഈ മേഖലയിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അത് നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കാഡമി ചെല്ലുമ്പോൾ തീർച്ചയായും അവിടുത്തെ കോഴ്സ് കൗൺസിലറിനോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഫാക്കൽറ്റീസിനോടൊന്ന് സംസാരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഫാക്കൽറ്റീസിനോട് ഓരോ മൊഡ്യൂൾസിലും എന്തൊക്കെയാണ് പഠിപ്പിക്കുക എന്നുള്ളതും അതേപോലെ ഇത് പഠിപ്പിക്കുന്ന രീതി എല്ലാവർക്കും ഒരേ ലെസൺ ഫയൽസ് കൊടുത്ത് ആ രീതിയാണോ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ അത് വളരെയധികം നല്ലതായിരിക്കും. പല കുട്ടികളും അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ ഒരു പുറംമോടി, അതായത് അക്കാഡമിയിലുള്ള ഫെസിലിറ്റീസ് കൃത്യമായി നോക്കാതെ അതിൻ്റെ പുറംമോടി മാത്രം നോക്കിയതിന് ശേഷം അക്കാഡമീസ് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അക്കാഡമി ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതിൽ ഒന്നാണ് നമുക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതായത് ലാബ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, സ്റ്റുഡിയോ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർസ് ഒക്കെ അപ് ടു ഡേറ്റ് ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. കാരണം പല സ്ഥലങ്ങളിലും ഒരു ആംബിയൻസ് നോക്കിയിട്ടൊക്കെ സ്റ്റുഡൻസ് പലപ്പോഴും അഡ്മിഷൻസ് എടുക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് അവരുടെ കരിയറിൽ പലപ്പോഴും വളരെ മികച്ച രീതിയിൽ അവർക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് കരിയറിൽ അവർ വേണ്ട രീതിയിലേക്ക് എത്താൻ അതുമൂലം സാധിക്കാറില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു അക്കാഡമി അല്ലെങ്കിൽ മൾട്ടിമീഡിയ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മളവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ്, പോർട്ട്ഫോളിയോയുടെ ക്വാളിറ്റി, സ്റ്റുഡൻറ്റ് വർക്ക്സ്, അലുമിനീസിൻ്റെ വേർഡ്സ്, അവിടുത്തെ ഫെസിലിറ്റീസ്, ടീച്ചിങ് മെത്തേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്കറിയാം മൾട്ടിമീഡിയ സെക്ടർ എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റത്തിൻ്റെ ഒരു പാതയിലാണ്. നമ്മുടെ OTT പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, ആനിമേഷൻ മൂവി ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഗെയിമിംഗ് സെക്ടർ ആയിക്കോട്ടെ, വളരെ വലിയ വളർച്ചയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ സ്കോപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വളരെ അധികമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഒരു ജോബ് കണ്ടെത്തുന്നതിനുള്ള സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൊരു കോഴ്സ് പഠിക്കാവുന്നതാണ്. അപ്പോൾ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കൂടെ ശ്രദ്ധിച്ച് അഡ്മിഷൻസ് എടുക്കുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ പിക്സൽ ടൂൺസ് അക്കാഡമിയുടെ കരിയർ കൗൺസിലിംഗ് സെഷനിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കരിയർ ടോക്സിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിൽ കാണാം. അതുവരേക്കും ബൈ.